നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷവും വയോജന സംഗമവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. പന്തലാമ്പാടത്ത് വേണ്ടത്ര സിഗ്നൽ ഇല്ലാത്തതിന്റെ അപാകത മൂലം ലോറി മറിഞ്ഞ് അപകടം. ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് സംഭാര വിതരണവുമായി മുൻപിടിക ത്വാഹ ടൗൺ ജുമാ മസ്ജിദ്. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷവും വയോജന സംഗമവും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ PT രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പിള്ളയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവിപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല കൈപ്പമംഗലം മേഖലാ സമിതി കൺവീനർ KB അനിൽകുമാർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി പ്രസാദ്, വയോജനവേദി പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ, ലൈബ്രറി സെക്രട്ടറി KV വത്സകുമാർ, യുവജനവേദി സെക്രട്ടറി KS ഹരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാനമായി രൂപീകരിച്ചെങ്കിൽപ്പെടുന്നതിന് മുൻപ് വരെ വീണ്ടും നമ്മൾ മലബാറുകാരായി മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഒരു ജില്ല മാത്രം. അത് കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഈ കോതപറമ്പ് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശം. ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തനം, ഭരണം ഒക്കെ തുടങ്ങിയെങ്കിലും ഈ മലബാർ പ്രദേശം ഈ ബ്രിട്ടീഷുകാർ വിട്ടുപോയ അതേപോലെ മദ്രാസ് പ്രസിഡൻസിയുടെ പേരിലായിരുന്നത് പിന്നീട് മദ്രാസ് സംസ്ഥാനമായെങ്കിലും വളരെ അരക്ഷിതാവസ്ഥയിൽ അവികസിതമായി തുടർന്നു എന്നുള്ളത് പറയാനാണ്. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയിൽ സ്കൂൾ കുട്ടികൾക്കായി കമ്മ്യൂണിക്കേറ്റഡ് ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിച്ചു. AK മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വായനാ പ്രസിഡന്റ് PC ബാലൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PR ജോഷി, TN തിലകൻ, ബേബി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസ്സിൽ 35ഓളം കുട്ടികൾ പങ്കെടുത്തു. പഠനമാണ് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക എന്നതല്ല, മറിച്ച് ഇംഗ്ലീഷ് നന്നായി പഠിക്കുക, ഇംഗ്ലീഷ് നന്നായി. വിദ്യാർത്ഥികളിൽ കരിയർ ബോധവും വ്യക്തിത്വ വികസനവും വളർത്തുന്നതിനായി കൈപ്പമംഗലം വാഫിയ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സോഷ്യൽ എംപവർമെന്റ് മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ സെം മാസ്റ്റർ ട്രെയിനർ ബാസിദ് വാഫി വെട്ടം ക്ലാസിന് നേതൃത്വം നൽകി. സെൽഫ് ലേണിംഗ്, പഠനത്തിന്റെ രസതന്ത്രം, വ്യക്തിത്വ വികസനം, ശാസ്ത്രീയ സമീപനം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ ക്ലാസ് പങ്കെടുത്തവർക്ക് പുതിയ ദിശാബോധം നൽകി. പരിപാടിയിൽ വാഫി അലുമിനി അംഗങ്ങളായ തൗഫീഖ് വാഫി, അൻസിഫ് വാഫി, ലത്തീഫ് വാഫി, അൻവർ സാബിത്ത് വാഫി, വഫയ്യ ഓർബിറ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളത്ത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു TES തങ്ങൾ. തളിക്കുളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു TES തങ്ങളെന്ന് തളിക്കുളം മൊഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് അസ്കരി അഭിപ്രായപ്പെട്ടു.
വിശ്വാസത്തിന്റെ അടിത്തറ ഭദ്രമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹിക പ്രവർത്തകരാണ്. ആ രംഗത്ത് നിസ്തുല സേവനം ചെയ്ത വ്യക്തിത്വമാണ് തങ്ങളെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീർഘകാലം തളിക്കുളത്തെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ചേലക്കര സൈനുൽ അബുദ്ദീൻ തങ്ങളുടെ അനുസ്മരണ പ്രാർത്ഥനാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത സമയത്തിന്റെ ഏറിയ പങ്കും സമസ്തയ്ക്കും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും വേണ്ടി അദ്ദേഹം ചിലവഴിച്ചു. പാണക്കാട് തങ്ങൾ കുടുംബവുമായി അടുത്ത ബന്ധം ആയിരുന്നു അദ്ദേഹത്തിന്. തളിക്കുളത്ത് മദ്രസ അധ്യാപകൻ ആയിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് വളണ്ടിയർ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം എന്ന നിലകളിൽ പ്രവർത്തിച്ചു. ചടങ്ങിൽ തളിക്കുളം ശിഹാബ് തങ്ങൾ, റിലീഫ് സെൽ ചെയർമാൻ ചടങ്ങിൽ തളിക്കുളം ശിഹാബ് തങ്ങൾ, റിലീഫ് സെൽ ചെയർമാൻ കെ.എ. ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ.എസ്. റഹ്മത്തുള്ള, പി.എം. അബ്ദുൽ ജബ്ബാർ, പി.എച്ച്. ഷഫീഖ് ഹുസൈൻ, വി.കെ. നാസർ, കെ.കെ. ഹംസ, വി.വി. റസാഖ്, എ.എ. അബൂബക്കർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷഹർ ബാനത്ത് എന്നിവർ പ്രസംഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ തന്നെ സൃഷ്ടിക്കാൻ, ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ ഒരു പേരക്കുട്ടിയാണ് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയെ അനുസ്മരിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതിൽ വലിയ ബൃഹത്തായ അള്ളാഹിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണ്. ഇങ്ങനെ പല രൂപത്തിലും അൽഹംദുലില്ലാഹ് നമുക്ക് പ്രതിഫലം അല്ലാഹു തആല നൽകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മൾ അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ ചെറിയ വാക്കുകൾ ഞാൻ ചുരുക്കാം. അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളാണ്. അറിയാതെ അതിൽ 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. നമ്മളൊക്കെ പരിചയമുള്ളത് ഫാത്തിമത്ത് സഹറ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലായിരിക്കും നിയന്ത്രണം നടപ്പിലാക്കുന്നത്. വൈദ്യുതി നിയന്ത്രണം മുൻകൂട്ടി SMS വഴി അറിയിക്കും. പീക്ക് മണിക്കൂറിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KSEB അധികൃതർ അറിയിച്ചു. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്ന് KSEB വ്യക്തമാക്കി. നാട്ടികയിൽ യുവാവിന് പാമ്പുകടിയേറ്റു. നാട്ടിക ബീച്ച് റിസോർട്ടിന് സമീപം വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റ് അവശനിലയിലായ കാവുങ്ങൽ ഷബീർ മകൻ ഷബീലിനെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട കാറളത്ത് രാവിലെ 2 പേർക്ക് പാമ്പുകടിയേറ്റു. കാറളം പുല്ലത്തറ സെന്ററിന് സമീപം വെള്ളയപ്പറമ്പിൽ വീട്ടിൽ പ്രസീത എന്ന സ്ത്രീക്കാണ് രാവിലെ പാമ്പുകടിയേറ്റത്. വീട്ടുപറമ്പിലെ പുല്ല് പറിക്കുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. ഉടൻ തന്നെ വീട്ടുകാർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ തന്നെ താണിശ്ശേരി കനാൽ ബണ്ടിന് സമീപത്ത് വെച്ചാണ് നടവരമ്പ് സ്വദേശിയായ പിടുക്കാട്ടിൽ സനീഷ് എന്നയാൾക്ക് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. ജോലിക്കായി സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിനായി താണിശ്ശേരിയിൽ എത്തിയതാണ്. സാധനങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് പാമ്പുകടിയേറ്റത്. ഇയാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് സംഭാര വിതരണവുമായി 3 പീടിക ത്വാഹ ടൗൺ ജുമാ മസ്ജിദ്. കഠിനമായ ചൂട് മൂലം ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന 3 പീടിക ജുമാ മസ്ജിദിന്റെ മുന്നിലായി പ്രത്യേകം സജ്ജമാക്കിയ ടെന്റിലാണ് മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം നടത്തുന്നത്. 100 കണക്കിന് വഴിയാത്രക്കാർക്കാണ് ഈ സംഭാരം ആശ്വാസമേകിയത്. ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് ശിഹാബ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി VM യൂസഫ്, സജിദ്, സുബൈർ, സിദ്ദിഖ്, സുൽഫിക്കർ, ഹാഷിം, സമ്മദ്, സൈഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ചൂടിന് ശമനം ഉണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വളരെയധികം കഠിനമായ ഒരവസ്ഥയിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ മൂന്നുകൂടിയെ കേന്ദ്രീകരിച്ച് വഴിയാത്രക്കാരും ഇല്ലാത്തവരൊക്കെ ഇഷ്ടംപോലെ ഈ പ്രദേശത്തോട് നടന്നു പോകുമ്പോൾ ദാഹിച്ച് വലഞ്ഞ് അല്ലാതെ ഒരു പ്രയാസത്തിൽ വരാറുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് മൂന്നുകൂടിയ ടൗൺ പള്ളി ദോഹ ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ഒരു പാനീയം ഇവിടെ വിതരണം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ചൂട് ഒന്ന് ശമനമാകുന്നത് വരെ തുടർന്നു പോകാനാണ് കമ്മിറ്റിയുടെ തീരുമാനമുള്ളത്. അള്ളാഹു ഇതിലേക്ക് മുന്നിട്ട് വന്ന എല്ലാവർക്കും ഇരുലോകത്തും ഹൈറ് പ്രദാനം ചെയ്യട്ടെ. ഇതിൽ നിന്ന് ഒരു രക്കമുള്ള പന്തലാമ്പാടത്ത് വേണ്ടത്ര സിഗ്നൽ ഇല്ലാത്തതിന്റെ അപാകത മൂലം ലോറി മറിഞ്ഞ് അപകടം. പാലക്കാട് ഭാഗത്ത് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ ആളെ ഉടൻ തന്നെ 108 ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. റോഡ് പണികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും വ്യക്തമായ മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ലാത്തതിനാൽ ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ ആരോപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. എടപ്പാൾ സ്വദേശിയായ ഉണ്ണികൃഷ്ണന് 60% പൊള്ളലേറ്റിരുന്നു. ഇതോടെ മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 16 ആയി. പാമ്പുകടിയേറ്റ അനൂഷിന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. നിലവിൽ അപ്പോളോ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോടാലിയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങളെ പാമ്പ് കടിച്ചത്. മരിച്ച ആൽജോയെ കടിച്ചത് അതിമാരക വിഷമുള്ള ശംഖുവരയൻ ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷവും വയോജന സംഗമവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. പന്തലാമ്പാടത്ത് വേണ്ടത്ര സിഗ്നൽ ഇല്ലാത്തതിന്റെ അപാകത മൂലം ലോറി മറിഞ്ഞ് അപകടം. ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് സംഭാര വിതരണവുമായി മുൻപിടിക്കുക ത്വാഹ ടൗൺ ജുമാ മസ്ജിദ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.